ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, ഫ്രഷ് ഓഫ് റയർ റൂട്ട്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാക്കനാട് എൻ്റെ ബ്രദറിൻ്റെ വീട്ടിലാണ്. ജോഷി ചേട്ടൻ, എൻ്റെ ഡാഡറുടെ സിസ്റ്ററിൻ്റെ വീട്. അപ്പോൾ ഇന്നങ്ങ് പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസിൻസിൻ്റെ ചെറിയൊരു റീയൂണിയൻ, എക്സ്മസിന് ചെറിയൊരു സെലിബ്രേഷൻ ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് ചെറുതടിക്കാൻ ഒരു രസം, ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ എല്ലാ കസിൻസും കൂടി ഒന്ന് കൂടാമെന്ന് വെച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വീടാണ് എൻ്റെ ചേട്ടൻ്റെ, കാരണം ഭയങ്കര പോസിറ്റീവ് വൈബാണ് ഈ വീട്ടിൽ. അപ്പോൾ ഇന്ന് പ്ലാൻ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രിൽ ചിക്കൻ, ഗ്രിൽ ഫിഷ്, ബീഫ് ഗ്രിൽ, അങ്ങനെ ഓരോരോ സംഭവങ്ങളൊക്കെ പ്ലാൻഡാണ്. എൻ്റെ ബ്രദറൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ബ്രദറില്ല, പുള്ളി നാളെ ട്രിവാൻഡ്രത്ത് പോകണോണ്ട് ചേട്ടൻ വണ്ടില്ലായിരുന്നു. അപ്പോൾ എൻ്റെ യങ്ങർ ബ്രദറൊക്കെ ഉണ്ട്, അതുൽ. അപ്പോൾ അവനെന്നെ ഷെഫ്, ഇവിടെ മെയിൻ സംഭവം. ബാക്കി ആൾക്കാരൊക്കെ വന്നു, ബാക്കി ചേട്ടന്മാരൊക്കെ വന്നേയുള്ളൂ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വീടാണത്. അപ്പോൾ ഞാൻ കാണിക്കാം, ബാക്കിയുള്ള സംഭവങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ കൂടെ ഇപ്പോൾ ഒരു പൊളിക്കാം. സോ ഫ്രണ്ട്സ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ ചേട്ടൻ്റെ വീടാണ്. സോറി, കാരണം ഞങ്ങൾ മിക്ക സമയത്തും ഇവിടെ വന്നാണ് ഹാങ് ഔട്ട് ചെയ്യാറുള്ളത്. നല്ല പോസിറ്റീവ് വൈബാണ്. അത് വേറൊന്നുമല്ല, ചേച്ചി മെയിനായിട്ട് എനിക്കിതൊക്കെ ഇഷ്ടമുണ്ടോ, ഇതൊക്കെ ചേച്ചിയുടെ വർക്കാണ്. അതൊക്കെ എന്ത് സംഭവം നിങ്ങൾക്ക് അറിയാൻ പാടില്ല, ചെയ്തേക്കാണ്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഹാങ് ഔട്ട് സ്പോട്ട്. ഞങ്ങളിവിടെ നിന്നിട്ടാണ് ഓരോ പണികളൊക്കെ കാണിക്കണം. പയ്യനേക്കാണ് ഇവിടെ, അവൻ ഗ്രില്ല് ചെയ്യേണ്ടിരിക്കുന്നതാണ്. ഇന്നത്തെ ഷെഫ് മിസ്റ്റർ അതുൽ ഫ്രാൻസിസ്. ചെറിയ സ്പോട്ടാണ്, കൈശം പഠിച്ച് വെച്ചെടുത്ത് കാര്യക്കുട്ടിയാണ്. ഇവിടെയൊക്കെ ചേട്ടൻ നൈസായിട്ട് വർക്ക് ഔട്ട് ചെയ്യണേ, അങ്ങനത്തെ ഇവിടെ സ്പേസ് ഉണ്ട്. ഇവിടെ നിന്ന് അങ്ങനെ ആദ്യം യൂസ് ചെയ്യാറൊന്നുമില്ല കേട്ടോ. മെയിനായിട്ട് അടിയുടെ എല്ലാവരും നിൽക്കാറുള്ളൂ. ഇതൊക്കെ വല്ല ഫങ്ഷൻസ് വരുമ്പോൾ മാത്രമേ ഇവിടെ ഈ റൂമൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. ഫ്രണ്ട്സ്, ഇതുണ്ടോ, നൈസൊരു സാധനമുണ്ടോ. സോ ഫ്രണ്ട്സ്, ഇനിയും നമ്മുടെ ബ്രദേഴ്സൊക്കെ വരാനുണ്ട്. അപ്പോൾ വെയിറ്റിംഗ് ആണ് ഞങ്ങൾ ചുമ്മാ വലിയ പ്ലാൻഡൊന്നും ആയിരുന്നില്ല, പെട്ടെന്ന് തീരുമാനമാണ്. ക്രിസ്മസ് അടുത്ത്, അപ്പോൾ വൈഫുമാരൊന്നുമില്ല, അതിപ്പോൾ ചേച്ചി മാത്രമേ ഉള്ളൂ ഇവിടെ. ബാക്കി എല്ലാവരും വന്നിട്ടില്ല, കാരണം ഇപ്പം ഞങ്ങളുടെ ബോയ്സ് മാത്രമേ ഉള്ളൂ.
ഇപ്പോൾ ക്രിസ്മസിന് ഒരു ഫാമിലി ഫങ്ഷൻ ഉണ്ട്. അപ്പം അപ്പോളെ കൂടുതൽ ഫാമിലി ഫങ്ഷൻ വന്ന മുമ്പ് ഒന്ന് തീരുമാനിക്കുമല്ലോ, അതിനുള്ള പുറപ്പാടാണ് ചെറുതടിക്കാനായിട്ട്. അപ്പോൾ വേറെ ഒന്നുമല്ല, ഇനിയും കാണിക്കാം. സാധനം വന്നുണ്ട്, എല്ലാവരും വരട്ടെ.